പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് വേണ്ടി അയോധ്യയിലെ രാമക്ഷേത്രം പൂർണ്ണമായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ക്ഷേത്രവും പരിസര പ്രദേശങ്ങളുമെല്ലാം പൂക്കളും ദീപങ്ങളും കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. പ്രാണപ്രതിഷ്ഠയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ അതിഥികളെത്തുമ്പോൾ ബറേലിയിൽ നിർമ്മിച്ച പ്രത്യേക സുഗന്ധ ദ്രവ്യത്തിന്റെ ഗന്ധമാകും ഓരോരുത്തരെയും അയോധ്യയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. ബറേലിയിൽ നിന്നുള്ള സുഗന്ധ ദ്രവ്യ വ്യവസായിയായ ഗൌരവ് മിത്തറാണ് പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് പ്രത്യേകമായി തയ്യാറാക്കിയ സുഗന്ധദ്രവ്യക്കൂട്ടം കുങ്കുമപ്പൂവും ചടങ്ങിലേക്കായി സമർപ്പിച്ചത്. അയോധ്യയിലെത്തുന്ന പ്രത്യേക ക്ഷണിതാക്കൾക്ക് ഈ സുഗന്ധദ്രവ്യവും കുങ്കുമപ്പൂവും സമ്മാനമായി കൈമാറും. 5000 പെർഫ്യൂം ബോട്ടിലുകളും 7000 പാക്കറ്റ് കുങ്കുമപ്പൂവുമാണ് അയോധ്യയിലേക്ക് സമർപ്പിച്ചത്. സുഗന്ധദ്രവ്യ നിർമ്മാണത്തിൽ വിദഗ്ധരായ ഒരു സംഘത്തിന്റെ നേതൃത്വത്തിൽ 10 ദിവസമെടുത്താണ് ഈ സുഗന്ധക്കൂട്ട് വികസിപ്പിച്ചത്. ചടങ്ങിന് ദിവസങ്ങൾ മുൻപ് തന്നെ സുഗന്ധദ്രവ്യവും കുങ്കുമപ്പൂവും അയോധ്യയിലേക്ക് അയച്ചിരുന്നു. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനും ഇത് സമ്മാനിച്ചതായും ഗൌരവ് മിത്തൽ പറഞ്ഞു. മികച്ച സുഗന്ധം നൽകുന്ന പെർഫ്യൂം തയ്യാറാക്കണമെന്ന നിർദ്ദേശം ലഭിച്ചിരുന്നു. കസ്തൂരി കൊണ്ടുള്ള സുഗന്ധദ്രവ്യമാണ് ഇപ്പോൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഭഗവാൻ രാമൻ ജനിച്ചപ്പോൾ അയോധ്യയാകെ ചന്ദനവും കസ്തൂരിയും വിതറിയതായി രാമചരിതമാനസത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതേ ഘടകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രകൃതിദത്തമായി സുഗന്ധം നിർമ്മിക്കാൻ ശ്രമിച്ചതെന്നും ഗൌരവ് മിത്തൽ പറയുന്നു. വാസ്തുവിദ്യയുടെ വിസ്മയമായ രാമക്ഷേത്രത്തിലെ ഓരോ കാര്യങ്ങളിലും ആ വിസ്മയം പ്രകടമാണ്. വിവിധ ഭാഗങ്ങളുടെ പ്രകാശത്തിന്റെ ആവശ്യകത അറിഞ്ഞാണ് ക്ഷേത്രത്തിൽ ലൈറ്റുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ലോകോത്തര നിലവാരത്തിലുള്ള ലൈറ്റിംഗ് എഫക്ട് പരിസരത്തുടനീളം പ്രദാനം ചെയ്യുന്ന വിധത്തിലാണ് ക്ഷേത്രത്തിലെ വിളക്കുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഹാവൽസ് കമ്പനിയാണ് രാമക്ഷേത്ര പരിസരം പ്രകാശപൂരിതമാക്കുന്നത്. വിഗ്രഹങ്ങൾക്ക് ശോഭ നൽകുന്നതിനായി 24 കാരറ്റ് സ്വർണം കൊണ്ട് നിർമ്മിച്ച സ്പോട്ട് ലൈറ്റുകളാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ചുവരുകളിൽ ലീനിയർ ലൈറ്റുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിലെ മാസ്മരികമായ കൊത്തുപണികൾ എടുത്തു കാണിക്കുന്നതിനായി ഇൻഗ്രൗണ്ട് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുമുണ്ട്. ഇത് തറയിൽ നിന്ന് മുകളിലേക്ക് ശ്രദ്ധ ആകർഷിക്കുന്നുവെന്ന് ഹാവൽസ് കമ്പനി പ്രസിഡന്റ് പാരഗ് ഭട്നാഗർ പറഞ്ഞു. 3000-ലധികം വിളക്കുകളാണ് ക്ഷേത്രം അലങ്കരിക്കാനായി ഉപയോഗിച്ചിട്ടുള്ളത്. 10ഓളം വിളക്കുകൾ സ്വർണത്തിലാണ്. ഭാരതീയ സംസ്കാരത്തിൽ സ്വർണത്തിന് ഏറെ പ്രാധാന്യമുണ്ടെന്നും ആ മൂല്യം കണക്കിലെടുത്താണ് ശ്രീരാമ വിഗ്രഹത്തിനുള്ള സ്പോട്ട് ലൈറ്റുകൾ സ്വർണത്തിൽ നിർമ്മിച്ചതെന്നും കമ്പനി വ്യക്തമാക്കി. ലോകോത്തര നിലവാരത്തിലുള്ള അനുഭവം നൽകാനും നല്ല രീതിയിലുള്ള ശോഭ നൽകാനും ഇത് സഹായിക്കുമെന്നും കമ്പനി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.